ക്ലാസ്സുകളായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ ക്ലാസിക്കൽ തിയറി വരുന്നുണ്ട്, അതേപോലെ കെയ്നീഷ്യൻ തിയറി, പിന്നെ ന്യൂ വേർഷൻ അതായത് ഫ്രീഡ്മാൻസ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ് വരുന്നത്. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫ്രീഡ്മാൻസ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പോൾ ഫ്രീഡ്മാൻസ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി റീസ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏതിൻ്റെ റീസ്റ്റേറ്റ്മെൻ്റ് ആണ്? ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഒരു റീസ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ തിയറിയെ എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരെന്താണ്? ന്യൂ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ തിയറി അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറിയിൽ പറഞ്ഞിരുന്നത്, അതായത് ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് മണി ആൻഡ് ദ പ്രൈസ് ലെവൽ. സപ്ലൈ ഓഫ് മണിയെയും അതേപോലെ പ്രൈസ് ലെവലും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്നാണ് അല്ലേ. മിൽട്ടൺ ഫ്രീഡ്മാൻ, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മിൽട്ടൺ ഫ്രീഡ്മാനെ ഒരു പുതിയ വേർഷൻ തന്നെ ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്ക് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പോൾ this Chicago version is known as the new quantity theory of money or the restatement of the quantity theory of money. അതുകൊണ്ട് അതിനെ ന്യൂ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അല്ലെങ്കിൽ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ, ദ ക്വാണ്ടിറ്റി തിയറി ഈസ് എ തിയറി ഓഫ് ദി ഡിമാൻഡ് ഫോർ മണി ആൻഡ് നോട്ട് എ തിയറി ഓഫ് ഔട്ട്പുട്ട് ഓർ ഓഫ് മണി ഇൻകം ഓർ ഓഫ് ദി പ്രൈസ് ലെവൽ. ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിയറി ഓഫ് ദി ഡിമാൻഡ് ഫോർ മണി. It is a theory of the demand for money. It is not a theory of output or of money income or of the price level. അപ്പോൾ ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ ക്വാണ്ടിറ്റി തിയറി എന്ന് പറയുന്നത് ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മണി ഇൻകവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പ്രൈസ് ലെവലുമായി ബന്ധപ്പെട്ടതോ അല്ല, മറിച്ച് ഏതുമായിട്ട് ബന്ധപ്പെട്ട ഇറ്റ് ഈസ് എ തിയറി ഓഫ് ദി ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർ മണി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ there are two types of demand for money. ഏതൊക്കെയാണ്? ദ ഡിമാൻഡ് ഫോർ മണി ഫോർ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മണി ഡിമാൻഡ് ചെയ്യുന്നത്. അതേപോലെ ദ ഡിമാൻഡ് ഫോർ മണി ടു സെർവ് ആസ് ആൻ അസറ്റ്, ഒരു അസറ്റ് എന്ന രീതിയിൽ നമ്മൾ മണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ദ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺ 3 ഫാക്ടേഴ്സ്. അപ്പോൾ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിമാൻഡ് ഫോർ മണി നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്? The first one is the total wealth to be held in various forms. അപ്പോൾ ടോട്ടൽ വെൽത്ത് പല രീതിയിൽ നമുക്ക് കൈവശം വെക്കാൻ പറ്റും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ ഈസ് ദ പ്രൈസ് ഓഫ് ആൻഡ് റിട്ടേൺ ഓൺ വേരിയസ് ഫോംസ് ഓഫ് വെൽത്ത്. ഓരോ വെൽത്ത് ഫോംസ് ഉണ്ടല്ലോ, പല വെൽത്ത് ഫോംസ് ഉണ്ട്, അതിൻ്റെ പ്രൈസ് അതേപോലെ അതിൽ നിന്നുള്ള റിട്ടേണിൻ്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി വെൽത്ത് ഓൺ യൂണിറ്റ്സ്. അപ്പോൾ വെൽത്ത് ഓൺ ചെയ്യുന്ന ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഡിമാൻഡ് ഫോർ മണീനെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് അപ്പോൺ 3 ഫാക്ടേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ടോട്ടൽ വെൽത്ത് ടു ബി ഹെൽഡ് ഇൻ വേരിയസ് ഫോംസ്, ദ പ്രൈസ് ഓഫ് ആൻഡ് റിട്ടേൺ ഓൺ വേരിയസ് ഫോംസ് ഓഫ് വെൽത്ത് ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി വെൽത്ത് ഓൺ യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ വെൽത്തിന് നമുക്ക് 5 ഡിഫറെൻറ്റ് ഫോംസ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ വെൽത്തിന് 5 ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. ദേ ആർ ഫസ്റ്റ് വൺ മണി, സെക്കൻഡ് ഈസ് ബോണ്ട്സ്, ദെൻ തേർഡ് ഈസ് ഇക്വിറ്റീസ് ആൻഡ് ദി ഫോർത്ത് ഈസ് ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പോൾ 5 ഫോംസ് ആക്കിയിട്ട് ടോട്ടൽ വെൽത്തിനെ ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? മണി, അതേപോലെ ബോണ്ട്സ്, ഇക്വിറ്റീസ്, ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. Total wealth includes all sources of income. Thus, income Y is one determinant of the demand for money function. അപ്പോൾ ടോട്ടൽ വെൽത്തിൽ ഇൻകം പല രീതിയിലുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ സോഴ്സസ് ഒക്കെ ടോട്ടൽ വെൽത്തിൽ ഉൾപ്പെടും. ഓക്കെ, ദസ് ഇൻകം Y ഈസ് വൺ ഡിറ്റർമിനന്റ് ഓഫ് ദി ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഇൻകം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന Y ഉപയോഗിച്ചുകൊണ്ടാണ് അതും ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ മണി ഇൻക്ലൂഡ്സ് കറൻസി, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ്സ്. അപ്പോൾ മണിയിൽ വരുന്നത് കറൻസിയും ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും ടൈം ഡെപ്പോസിറ്റ്സും ആണ്. അപ്പോൾ പ്രൈസ് ലെവൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ മണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതായത് പ്രൈസ് ലെവൽ കുറയുകയെന്ന് പറഞ്ഞാൽ ഡീഫ്ലേഷനാണ്. ഇപ്പോൾ ഡീഫ്ലേഷൻ്റെ സമയത്ത് വാല്യൂ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും.
If the price level rises, the rate of return on money is negative because the value of money falls during inflation. ഈ പ്രൈസ് ലെവൽ റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മണിയിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇൻഫ്ലേഷൻ്റെ സമയത്ത്, പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം എന്നും ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നല്ലേ. അതായത് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയും, പ്രൈസ് ലെവൽ കുറയുന്നതിന് ഡീഫ്ലേഷൻ എന്ന് പറയും. Thus the price level P is an important variable in demand for money function of Friedman. അപ്പോൾ ഫ്രീഡ്മാൻ്റെ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷനിൽ പ്രൈസ് ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മണി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കറൻസിയും ഡിമാൻഡ് ഡെപ്പോസിറ്റ്സും ടൈം ഡെപ്പോസിറ്റ്സും ആണ്. പ്രൈസ് ലെവലിൽ മാറ്റം വരുമ്പോൾ എന്തൊക്കെയാണ് മണിയിൽ വരുന്ന റേറ്റ് ഓഫ് റിട്ടേണിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്? പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും. അതുകൊണ്ട് തന്നെ പ്രൈസ് ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ആണ് എന്നാണ് ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം. നെക്സ്റ്റ് ബോൺഡ്സ് കേട്ടോ. ബോൺഡ് സ്റ്റാൻഡ് ഫോർ അസറ്റ്സ് വിച്ച് പ്രോമിസ് എ പെർപെച്വൽ ഇൻകം റിട്ടേൺ. ബോൺഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റാണല്ലേ, അത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. എ പെർപെച്വൽ ഇൻകം സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരു പെർപെച്വൽ നിലനിർത്തുന്ന എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഇൻകം എന്നുള്ള രീതിയിലുള്ള പ്രോമിസ് ചെയ്യുന്ന ഒരു അസറ്റാണ് എന്ത്? ബോണ്ട് എന്ന് പറയുന്നത്. The return of a bond is affected by the changes in the interest rate. The return from a bond is represented as RB. അപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോമിസ് ചെയ്യുന്ന ഒരു അസറ്റാണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള റിട്ടേൺ ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ കുറവായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ ആ റിട്ടേൺ ഫ്രം എ ബോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് RB ഉപയോഗിച്ചുകൊണ്ടാണ്. ഇക്വിറ്റി സ്റ്റാൻഡ് ഫോർ അസറ്റ്സ് വിച്ച് എ പ്രോമിസ് എ പെർപെച്വൽ ഇൻകം സ്ട്രീം ഓഫ് കോൺസ്റ്റൻറ്റ് റിയൽ എമൗണ്ട്. അപ്പോൾ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ അതും ഒരു അസറ്റ് തന്നെയാണ്, അതും ഒരു പെർപെച്വൽ ഇൻകം സ്ട്രീം തന്നെയാണ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സ്ഥിര വരുമാനം കിട്ടും. അപ്പോൾ കോൺസ്റ്റൻറ്റ് റിയൽ എമൗണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇക്വിറ്റീസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഇൻകം ലെവൽ കിട്ടുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെ റെപ്രസെൻ്റ് ചെയ്തത് RE ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ് പറഞ്ഞു അല്ലേ. ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ് ആർ ഡ്യൂറബിൾ ഗുഡ്സ് ലൈക്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ്, ലാൻഡ് ആൻഡ് ഹൗസ്. ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ് ആണ്. ഹ്യൂമൻ ഗുഡ്സ് അല്ലാതെ മറ്റെന്തൊക്കെയാണ് ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ് വരുന്നത്? ഡ്യൂറബിൾ ഗുഡ്സ് ആയിട്ടുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസ്, ലാൻഡ്, ഹൗസസ് എന്നുള്ളതൊക്കെയാണ് ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സിൽ വരുന്നത്. The nominal return on durable goods is the expected increase in the price of the goods over the period for which they are held. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വരുന്ന മാറ്റം അതാണല്ലോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് RD ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ബോണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ RB എന്നും ഇക്വിറ്റീസിൽ നിന്ന് വരുന്നതിന് RE എന്നും ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ RD എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ഇൻഡിവിജ്വൽ വെൽത്ത് ഹോൾഡേഴ്സ് അസറ്റ് പോർട്ട്ഫോളിയോ വിൽ ബി ഡിവൈഡഡ് ഇൻ സം വേ ബിറ്റ്വീൻ നോൺ ഹ്യൂമൻ ആൻഡ് ഹ്യൂമൻ വെൽത്ത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അല്ലേ, നമ്മുടെ മനുഷ്യരുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ ടു ഹ്യൂമൻ വെൽത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ W. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വെൽത്ത് ഹോൾഡറുടെ അസറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോൺ ഹ്യൂമൻ അതേപോലെ ഹ്യൂമൻ വെൽത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഡിവൈഡ് ചെയ്തതിന് ശേഷം റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ ടു ഹ്യൂമൻ വെൽത്ത് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് W ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ദ വേരിയബിൾസ് വിച്ച് അഫക്ട് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് വെൽത്ത് ഹോൾഡേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ U. അപ്പോൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വെൽത്ത് ഹോൾഡേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിനെ സൂചിപ്പിക്കുന്നത് U ഉപയോഗിച്ചുകൊണ്ടാണ്. ദ വേരിയബിൾസ് വിച്ച് അഫക്ട് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് വെൽത്ത് ഹോൾഡേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ U. ഓക്കെ, then Friedman's restatement of the demand for money function can be represented as follows. എങ്ങനെയാണ് ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്തത്? MD is equal to function of P, Y, RB, RE, RD, W, U.
അപ്പോൾ പി എന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ്, വൈ എന്ന് പറയുന്നത് റിയൽ ഇൻകം, ആർ ബി എന്തായിരുന്നു റിട്ടേൺ ഫ്രം ബോണ്ട് അല്ലേ, നോമിനൽ. ആർ ബി എന്ന് പറഞ്ഞാൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ബോണ്ട്സ്, അതായത് റിട്ടേൺ ഓൺ ബോണ്ട്സ്. ദെൻ ആർ ഇ എന്ന് പറഞ്ഞാൽ നോമിനൽ റിട്ടേൺ ഓൺ ഇക്വിറ്റീസ്. ദെൻ ആർ ഡി എന്ന് പറഞ്ഞാൽ നോമിനൽ റിട്ടേൺ ഓൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ ടു ഹ്യൂമൻ വെൽത്ത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് യു, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഫ്രീഡ്മാൻ്റെ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹ്യൂമൻ ക്യാപിറ്റൽ, അതുപോലെ ഫിസിക്കൽ നോൺ ഹ്യൂമൻ ഗുഡ്സ്, ബോൺസ് എന്ന് പറയുന്നത്, അതെന്തായിരുന്നു, അത് നമ്മൾ മണി ഇൻക്ലൂഡ് ചെയ്യുന്നതിലെ പറഞ്ഞില്ലേ, എന്താ ടോട്ടൽ വെൽത്തിനെ പല രീതിയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇക്വേഷൻ എന്താണ്, എം ഡി ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി വൈ ആർ ബി ആർ ഇ ആർ ഡി ഡബ്ല്യു യു. ഓക്കെ, അപ്പോൾ ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന മണി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെൽത്ത്, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ബോണ്ട്സ്, ദ റിട്ടേൺ ഓൺ ഇക്വിറ്റീസ്, ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ, റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ ടു ഹ്യൂമൻ വെൽത്ത് ആൻഡ് ദ വേരിയബിൾസ് അഫക്റ്റിംഗ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് വെൽത്ത് ഹോൾഡേഴ്സ് എന്നീ കാര്യങ്ങളൊക്കെയാണ്. ഇഫ് വെൽത്ത് ഇൻക്രീസസ് മോർ മണി ഈസ് ഡിമാൻഡ്. വെൽത്ത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പണം എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യുന്നു. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട് റൈസസ് ഓർ റിട്ടേൺ ഓൺ ഇക്വിറ്റീസ് ഇൻക്രീസസ് ലെസ് മണി ഈസ് ഡിമാൻഡഡ്. ബോണ്ടിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുക, അതേപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റീസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണം എന്ത് ചെയ്യുള്ളൂ, ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ഇഫ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ റൈസസ് ദ ഡിമാൻഡ് ഫോർ മണി ഫോൾസ്. ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ദ റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ ടു ഹ്യൂമൻ വെൽത്ത് ആൻഡ് ദ വേരിയബിൾസ് വിച്ച് അഫക്ട് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആർ അസ്യൂംഡ് കോൺസ്റ്റന്റ് ഇൻ ഷോർട്ട് ടേം. ഇപ്പോൾ റേഷ്യോ ഓഫ് നോൺ ഹ്യൂമൻ ടു ഹ്യൂമൻ വെൽത്ത്, അതേപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിമാൻഡ് ഫോർ മണി, ഫ്രീഡ്മാൻസ് റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിറ്റിസിസംസ് ആണ്. അപ്പോൾ ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി ഡിമാൻഡ് ഫോർ മണി ഇസ് ക്വൈറ്റ് മൈനർ ആൻഡ് ഹിസ് കൺക്ലൂഷൻ ഇസ് ദാറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ ബി ഇഗ്നോർഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ദി ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഡിമാൻഡ് ഫോർ മണീനെ അഫക്റ്റ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് വലിയൊരു പങ്കൊന്നുമില്ല, ഒരു കുറഞ്ഞ പങ്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ആര് പറഞ്ഞത്, ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ക്രിട്ടിക്സ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞത് the underestimation of the effect of interest rate on the demand for money is due to the broad definition of money which Friedman has adopted. അത് ഇൻട്രസ്റ്റ് റേറ്റ് എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഫോർ മണീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ കുറച്ച് കാണുന്നത് എന്ന് പറയുന്നത് വെച്ചാൽ, മണി എന്നുള്ളതിന് നമ്മളൊരു ബ്രോഡ് ഡെഫിനേഷനാണ് ആര് നൽകിയിട്ടുള്ളത്, ഫ്രീഡ്മാൻ നൽകിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നല്ല രൂപത്തിൽ ഫ്രീഡ്മാൻ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്ന് പറയാം. So many critics have questioned Friedman analysis of the transmission of monetary change to real economic change. മോണിറ്ററി ചേഞ്ചിൽ നിന്ന് റിയൽ എക്കണോമിക് ചേഞ്ചിലേക്ക് വരുന്ന ഒരു മാറ്റം ഫ്രീഡ്മാൻ്റെ അനാലിസിൽ വരുന്നത് കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീഡ്മാൻ കരുതിയിരുന്നത് എന്തെങ്കിലും ഒരു മോണിറ്ററി മാറ്റം, മോണിറ്ററി ചേഞ്ച് ഉണ്ടായാൽ അത് പ്രൈസ് ലെവലിനെ ബാധിക്കും, അതേപോലെ റിയൽ ഇൻകം കുറയും. ദിസ് ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് കുറയും, ഇൻകം കുറയും. പക്ഷേ ക്രിട്ടിക്സ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മോണിറ്ററിയിൽ എന്തെങ്കിലും മാറ്റം, മോണിറ്ററി ചേഞ്ച് ഉണ്ടായാൽ ഇറ്റ് വിൽ കോസസ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് എക്സെട്ര. ഇൻവെസ്റ്റ്മെൻറ്റും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും മാറ്റം, മോണിറ്ററി ചേഞ്ച് ഉണ്ടായാൽ അവിടെ പ്രൈസ് ലെവലിൽ റൈസ് ഉണ്ടാവും, റിയൽ ഇൻകം കുറയും, അപ്പോൾ ഔട്ട്പുട്ടും ഇൻകം കുറയും എന്നുള്ളതാണ്. പക്ഷെ ക്രിട്ടിക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്, മോണിറ്ററി ചേഞ്ച് ഉണ്ടായാൽ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇൻക്രീസസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ക്രിറ്റിസിസം. ഫ്രീഡ്മാൻ യൂസസ് ഇൻകം ഇൻ ദ സെൻസ് ഓഫ് പെർമനൻറ്റ് ഇൻകം. ദ കൺസെപ്റ്റ് ഓഫ് പെർമനൻറ്റ് ഇൻകം കനോട്ട് ബി മെഷേർഡ് ആക്യുറേറ്റ്ലി. ഫ്രീഡ്മാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻകം എന്ന് പറയുന്നത് പെർമനൻറ്റ് ഇൻകം എന്നുള്ള രീതിയിലാണ്. ദ കൺസെപ്റ്റ് ഓഫ് പെർമനൻറ്റ് ഇൻകം കനോട്ട് ബി മെഷേർഡ് ആക്യുറേറ്റ്ലി. പെർമനൻറ്റ് ഇൻകം എന്നുള്ളതിനെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. Friedman's concept of wealth is too broad and imprecise, and concepts like human capital are difficult to quantify.
ഇപ്പോൾ ഫ്രീഡ്മാൻ വെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വലിയൊരു രീതിയിലാണ്, ബ്രോഡായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റി തിയറി ആൻഡ് കെയ്ൻസ് തിയറി ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു, ക്രിറ്റിസിസം പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കെയ്നീഷ്യൻ തിയറിയും ക്വാണ്ടിറ്റി തിയറിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു ഡിഫറൻസ് ആണ് പറയുന്നത്. ഫ്രീഡ്മാൻസ് തിയറി differs from the Keynes theory in the following respects. The first one is, according to Keynes, the demand for money function was unstable. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, ഷിഫ്റ്റിംഗ് വിത്ത് ചേഞ്ചസ് ഇൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി എക്കോണമി. അപ്പോൾ പബ്ലിക്കിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്രീഡ്മാൻ്റെ അഭിപ്രായത്തിൽ ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. ഓക്കെ. Then Keynes segmented the demand for money function into transaction demand, precautionary demand, speculative demand. Friedman does not compartmentalize the demand for money based on the use of money. അപ്പോൾ കെയ്ൻസ് പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ട്രാൻസാക്ഷൻ ഡിമാൻഡ്, പ്രിക്വേഷണറി ഡിമാൻഡ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രീഡ്മാൻ അത്തരത്തിലൊരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ നൽകിയിട്ടില്ല. ദെൻ മൂന്നാമത്തേത്, കെയ്നീഷ്യൻ തിയറി ഫോക്കസ്ഡ് ഓൺ ദ ചോയ്സ് ബിറ്റ്വീൻ മണി ആൻഡ് ബോണ്ട്. കെയ്നീഷ്യൻ തിയറിയിൽ മണി അതേപോലെ ബോണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചോയ്സ് ഏതാണെന്നുള്ള സംഭവം ആര് പറഞ്ഞിട്ടുണ്ട്? കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഫ്രീഡ്മാൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഇൻക്ലൂഡ് സെപ്പറേറ്റ്ലി ദ yields ഫ്രം ബോണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് ഡ്യൂറബിൾസ് ഗുഡ്സ്. ഇപ്പോൾ ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത് ബോണ്ടിൽ നിന്നുള്ള റിട്ടേൺ, അതേപോലെ ഇക്വിറ്റിയിൽ നിന്ന് റിട്ടേൺ, ഡ്യൂറബിൾസ് ഗുഡ്സിൽ നിന്ന് റിട്ടേൺ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മണി ഓർ ബോണ്ട്സ് എന്നുള്ളൊരു ചോയ്സാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇതാ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ഒരു ന്യൂ വേർഷൻ ആയിട്ടാണ് ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റി തിയറിയിൽ പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സംഭവങ്ങളെ, ഈ 3 കാര്യങ്ങളെയാണ് പറയുന്നത്. പിന്നെ ടോട്ടൽ വെൽത്തിനെ 5 ഫോംസ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ്. എന്നിട്ട് ഓരോന്ന് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. മണി എന്ന് പറയുന്നത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ നോൺ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇക്വേഷൻ കൊടുത്ത് വെക്കാം. ഡി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പി വൈ ആർ ബി ആർ ഇ ആർ ഡി ഡബ്ല്യു യു. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കേട്ടോ ഇത് ഏതാണെന്നുള്ളത് കൊടുത്തു, ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മൾ ക്രിറ്റിസിസും അതേപോലെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അതേപോലെ കെയ്ൻസ് തിയറി ഓഫ് മണി തമ്മിലുള്ള ഡിഫറൻസും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ബൈ ഫ്രീഡ്മാൻ. ഓക്കെ.